എന്റെ മെസ്സേജുകളെ കേട്ടിട്ട് ആത്മീയമായി ചില വളർച്ചകൾ വന്നു എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ട ഒരുപാട് സ്ത്രീകൾ എന്നെ വിളിക്കാറുണ്ട്. പുരുഷന്മാർ കുറച്ചേ വിളിക്കാറുള്ളൂ. കൂടുതലും സ്ത്രീകളാണ് പല പല സംശയങ്ങളും അവരുടെ അനുഭവങ്ങളൊക്കെ എന്നെ വിളിച്ച് പങ്കുവയ്ക്കുന്നത്. പക്ഷെ പലർക്കും അവർക്ക് കാണുന്ന ദർശനങ്ങളിലൂടെ അവർക്ക് ദൈവത്തിന് വേണ്ടിയിട്ട് എന്തോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജന്മമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് കിട്ടുന്നുണ്ട്. അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒരു ഐഡിയ ഇവർക്കുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം വെച്ചും ഇപ്പോഴത്തെ ആ കണ്ടീഷൻ, അവരുടെ ആത്മീയ വളർച്ചയുടെ കണ്ടീഷനും ഭൗതികമായിട്ടുള്ള പല പല ജോലിയും കുരുക്കുമൊക്കെ എല്ലാം വെച്ചിട്ട് അവർക്ക് കാണുന്ന ആ ദർശനം പോലുള്ള ദൈവത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യാനുള്ള ആ ഒരു വഴിയൊന്നും തെളിഞ്ഞു വരുന്നില്ല. പക്ഷെ അവർ അതിൽ നിരാശപ്പെട്ടിരിപ്പുണ്ട് പലരും. അപ്പൊ ചിലരെന്നെ വിളിക്കുമ്പോൾ വളരെ നിരാശയോട് വിളിക്കാറുണ്ട്. ചിലർ ഭയങ്കര സന്തോഷത്തോടുകൂടി കുടുംബമെല്ലാം ഉപേക്ഷിച്ച് എനിക്ക് ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യണം, എനിക്ക് അങ്ങനെയാണ് ഉള്ളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് കിട്ടുന്ന ചില ദർശനങ്ങളൊക്കെ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അവർ കുടുംബം ഉപേക്ഷിച്ച് വരാൻ വരെ തയ്യാറായി നിൽപ്പുണ്ട്. ഞാനീ പറയുന്നത് സ്ത്രീകളുടെ കാര്യങ്ങളാണ്. ഇപ്രാവശ്യത്തെ മെസ്സേജിൽ ഞാൻ പ്രധാനമായി പറയാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്ക് എങ്ങനെ ആത്മീയത്തിന്റെ ഏറ്റവും ഹൈ ലെവലിൽ എത്താൻ പറ്റും, അതുപോലെ തന്നെ ഈ ദൈവത്തിന് വേണ്ടി ചില ജോലികൾ നിയോഗിക്കപ്പെട്ട ഈ സ്ത്രീകൾക്ക് എങ്ങനെ അതിലേക്ക് എത്താം, എപ്പോഴെത്താം, അതിനെക്കുറിച്ചൊക്കെയാണ് വിശദീകരിച്ച് പറയുന്നത്. അപ്പൊ പലരും എന്നെ വിളിച്ച് ചോദിക്കും എന്തൊക്കെ വ്യവസ്ഥകളാണ് ഞങ്ങൾ പാലിക്കേണ്ടത്. കാര്യം അവർക്ക് അതൊക്കെ പാലിക്കാൻ തയ്യാറായി നിൽപ്പുണ്ട്. പക്ഷെ ആ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് കറക്റ്റ് അറിഞ്ഞാൽ അവർക്കത് ചിട്ടയായിട്ടെല്ലാം പാലിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചിലർ വിളിച്ച് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത്. ഇതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന ഒരു കാര്യം, ഈ സ്ത്രീകൾ ശരിക്കും വിവാഹിതരാണെങ്കിൽ, ഇപ്പം കല്യാണം കഴിക്കാത്ത സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് വശമുണ്ട്. ഒന്ന്, ആത്മീയത്തിൽ എന്തെങ്കിലും എത്തണം, എന്തെങ്കിലും ആവണം, ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യണം എന്ന് വിചാരിച്ച് ഈ ലൈംഗികമായിട്ടുള്ള കാമചിന്തകളോ അല്ലെങ്കിൽ ഭാവിയിൽ തലമുറ മക്കൾ വേണം എന്ന ചിന്തകളോ ഒക്കെ ത്യാഗം ചെയ്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങുന്ന ഒരു ഭാഗമുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള യാതൊരു ചിന്തകളില്ല. അതായത് 60 നാൾ മുതലേ വേറൊരു പുരുഷനുമായിട്ടുള്ളൊരു ജീവിതം സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. മക്കളെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രസവിക്കുന്ന ആ മേഖലയെ സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അതൊന്നും താല്പര്യമില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥയുള്ളവരാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ദൈവത്തിന് വേണ്ടി എന്തോ ചില പ്ലാനുകൾ നിങ്ങളുടെ മേൽ ഉണ്ട്, ആത്മീയ മേഖലയിൽ എന്തൊക്കെയോ ഉണ്ട്. അതുകൊണ്ടാണ് ഈ വിധ ചിന്തകളോ അനുഭവങ്ങളൊന്നും പണ്ട് മുതലേ വരാത്തത്. പക്ഷെ ആദ്യം ഞാൻ പറയുന്ന വിഭാഗം, അതായത് ഇതൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ഇതെല്ലാം ത്യജിക്കാൻ തയ്യാറാണ് ദൈവത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ളവർ ഒരിക്കലും അത് ചെയ്യരുത്. അത് പ്രകൃതി വിരുദ്ധമാണ്. നിങ്ങൾ അങ്ങനെ നിന്നാലും ഒരിക്കലും നിങ്ങൾക്ക് ഒരു ലെവലിനപ്പുറത്തോട്ട് വളർന്നു വരാൻ കഴിയില്ല. ഇപ്പൊ ഈ കന്യാസ്ത്രീ മഠങ്ങളിലൊക്കെ ഇഷ്ടംപോലെ സ്ത്രീകളുള്ളത് ഒരു 5-10% മാത്രമേ ശരിക്കും ഈ വിധ വിചാരങ്ങളോ ഇല്ലാതെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ത്യജിച്ചും കൊണ്ട് നിൽക്കുന്നതാണ്. അവർക്കൊന്നും അവരുദ്ദേശിക്കുന്ന ലെവലിൽ വളർച്ച വരില്ല. അവർ എവിടെയെങ്കിലൊക്കെ വെച്ച് എങ്ങനെയെങ്കിലും തെറ്റിപ്പോകും. മനസ്സുകൊണ്ട് പോലും അവർ വ്യഭിചരിച്ചു പോയിരിക്കും. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവർ, വിവാഹം കഴിക്കാത്തവർ, ഞാൻ ഈ പറഞ്ഞ വ്യവസ്ഥ നോക്കി വേണം ചെയ്യാൻ. അങ്ങനെയും ചിലർ എന്നെ വിളിച്ച് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എന്നാൽ വിവാഹം കഴിഞ്ഞവർ, നിങ്ങൾക്കൊരു പുരുഷൻ, ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു ലിമിറ്റിനപ്പുറത്തോട്ട് നിങ്ങൾക്ക് ആത്മീയത്തിൽ വളരാൻ കഴിയില്ല എന്ന സത്യം മനസ്സിലാക്കണം. കാരണം നിങ്ങൾ പകുതി, നിങ്ങളുടെ ഭർത്താവ് പകുതി, രണ്ടുപേരും ഒന്നായി ഒരു ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എത്രത്തോളം ആത്മീയ വളരാൻ ശ്രമിച്ചാലും ഒരു 50% നിങ്ങൾക്ക് വളർന്നു വരാൻ പാടാണ്. കാരണം നിങ്ങളെ നിയന്ത്രിക്കുന്നതും നിങ്ങളുടെ തല, അതായത് നിങ്ങളുടെ ചീഫായി നിൽക്കുന്നത് നിങ്ങളുടെ ഭർത്താവാണ്. കാരണം ഈ ഭർത്താവിന്റെ മുന്നിൽ അല്ലെങ്കിൽ പുരുഷന്റെ മുന്നിൽ തല വണങ്ങി മാലയിട്ട്, ഇപ്പം ചിലവർ താലി കെട്ടും, ചിലർ മാലയിടും, എന്തായാലും മാലയിട്ട് ഞാൻ കീഴ്പ്പെട്ട് നിന്നോളാം എന്ന രീതിയിൽ നമ്മൾ തലകുനിച്ച് നിന്ന് കൊടുത്ത് ഒരു പുരുഷന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പുരുഷൻ
കറക്റ്റ് റൂട്ടിൽ വരാത്ത കാലത്തോളം നമ്മൾ എത്ര ശ്രമിച്ചാലും ഒരു ലെവലിനപ്പുറത്തോട്ട് വരാൻ പറ്റൂല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആത്മീയത്തിൽ ദൈവത്തിന്റെ ഡ്യൂട്ടി, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി എന്തോ ജോലിയുണ്ട്, കുടുംബം ഉപേക്ഷിക്കണം, മക്കൾ ഉപേക്ഷിക്കണം, ഇങ്ങനെയൊക്കെ ചിന്ത കിട്ടുന്നെങ്കിൽ അത് തെറ്റാണ്. ഒരിക്കലും അങ്ങനെ ഇല്ല. പക്ഷെ അത് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഡൻസി വരുന്നത്. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ ഭർത്താവ് ഒന്നാമത് സമ്മതിക്കണം. 2, നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളെ വളർത്തി വലുതാക്കി അവരെ മറ്റൊരാളുടെ അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ സെപ്പറേറ്റ് ആയിട്ടൊരു കുടുംബം ഉണ്ടാക്കി കൊടുക്കുന്നതുവരെ നിങ്ങൾക്ക് ആത്മീയത്തിൽ വലിയ വലിയ ജോലികളൊന്നും ചെയ്യാൻ പറ്റൂല. കാരണം അതിന് മുൻപുള്ള ജോലി നിങ്ങൾക്ക് പ്രകൃതി തന്നിരിക്കുന്നത് മക്കളെ നേരെ വണ്ണം നല്ല രീതിയിൽ ഒരു ലെവലിലാക്കി കൊണ്ടുവരിക എന്നതാണ്. അപ്പൊ അത് നിങ്ങൾക്കൊരു ടാസ്ക് പോലെ അല്ലെങ്കിൽ ഒരു പരീക്ഷ പോലെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കണം. പക്ഷേ നമുക്ക് ആത്മീയത്തിൽ ദൈവത്തിന്റെ ഡ്യൂട്ടി ചെയ്യാം, തടസ്സം വരില്ല. ഏത് കണ്ടീഷനിലെന്ന് വെച്ചാൽ നമ്മുടെ ഭർത്താവ് പൂർണ്ണമായി സമ്മതിക്കണം, മക്കളൊക്കെ സ്വന്തമായി പഠിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്കൊക്കെ അവരുടെ കാര്യങ്ങൾ അവർ നോക്കുന്ന ലെവലിൽ എത്തുന്ന ഒരു ലെവലിലെത്തിയാൽ നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി ചില ജോലികൾ ചെയ്യാം. പക്ഷെ ഭർത്താവ് അറിയാതെ, ഭർത്താവ് എതിർത്ത് നിൽക്കുന്ന കാലത്തോളം നിങ്ങൾക്കത് പറ്റൂല. അങ്ങനെയുള്ളവർ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഭാഗം മാക്സിമം പോസിറ്റീവാക്കി എടുക്കുക. അതായത് അവരവരുടെ രീതികളും അവരവരുടെ ശരികളും അവരവരുടെ പ്രാർത്ഥന, അവരുടെ ഭക്തി, ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ വ്യവസ്ഥകളിലൂടെ മെസ്സേജൊക്കെ മാക്സിമം കേട്ട് നോക്കിയിട്ട് നിങ്ങൾ പെർഫെക്റ്റായി മാറുക. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇതോടൊപ്പം ആദ്യം ചെയ്യേണ്ട ഒരു ജോലി, നിങ്ങൾക്കത് ദൈവം അല്ലെ പ്രകൃതി തന്നിരിക്കുന്ന ജോലിയാണ്. എന്തായാലും നമുക്ക് ദൈവവുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ആത്മീയമായ അത്ര വളർച്ചയില്ലാത്ത സമയത്ത് വീട്ടുകാരുടെ നിർബന്ധത്താലോ ചിലപ്പോൾ നല്ലത് എന്ന് തോന്നി ഒരു സ്നേഹബന്ധത്താലോ ഒക്കെ വന്നതാണ് നമ്മുടെ ഈ ഭർത്താവ് എന്നാദ്യം മനസ്സിലാക്കണം. അപ്പോൾ ആൾറെഡി വിധി അങ്ങനെ ആയിപ്പോയി. പക്ഷെ നമുക്കത് മാറ്റാം. എങ്ങനെ മാറ്റാം? നമ്മുടെ ഭർത്താവ്, ഈ ലെവലിൽ നിൽക്കുന്ന ഭർത്താവിനെ പോസിറ്റീവായി അല്ലെങ്കിൽ ബോധം വരുത്തിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു കൊണ്ടുവരണം. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി. ഭർത്താവ് കറക്റ്റ് ദൈവിക അല്ലെ പോസിറ്റീവ് റൂട്ടിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഒരു ലെവലിലേക്ക് വളർന്നു വരാൻ പറ്റും. ഭർത്താവ് ഒരിക്കലും ആ ലെവലിലേക്ക് വരാതെയോ നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിലുള്ള ദൈവം, ആത്മീയം, ഇതിനൊക്കെ ഭർത്താവിന് പുച്ഛമാണെങ്കിൽ ആ ഭർത്താവിൽ നിൽക്കുന്ന സകലമായ നെഗറ്റീവും നിങ്ങളെ വളരാൻ സമ്മതിക്കില്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ആദ്യം ഭർത്താവിനെ പോസിറ്റീവ് ആക്കുക എന്നതാണ് ഫസ്റ്റ് ഡ്യൂട്ടി. ഇതാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ ജോലി എന്ന് ആദ്യം തിരിച്ചറിയണം. നിങ്ങൾ കല്യാണം കഴിക്കാതെ ഒറ്റപ്പെട്ട് നിന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണോ വളരാം. ആത്മീയത്തിലാണെങ്കിലും ഭൗതികത്തിലാണെങ്കിലും സമ്പാദിച്ചും എന്ത് വേണോ ഏത് രീതിയിൽ നിങ്ങൾ സ്വതന്ത്രമായി നിങ്ങൾക്ക് വളരാൻ പറ്റും. പക്ഷെ ഒരു പുരുഷന്റെ മുന്നിൽ തലവണങ്ങി തലകുനിച്ച് നിന്ന് ഭാര്യയായി മാറിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഗതികൾ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ എത്ര കഴിവില്ലാത്ത ഭർത്താവാണെങ്കിലും, ചിലവർ പറയും ഭർത്താവിന് യാതൊരു ബോധമില്ല, കഴിവില്ല, ഒരു ആത്മീയ വളർച്ചയില്ല, ഓരോന്ന് കാണിക്കുമ്പോഴേ ചിരി വരും, പുച്ഛം എന്നൊക്കെ പലരും പറയും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരാളുടെ മുന്നിൽ നിങ്ങൾ ഭാര്യ എന്ന നിലയിൽ തല വണങ്ങി നിന്ന് കൊടുത്തുപോയി. അപ്പൊ അങ്ങനെ വന്ന സ്ഥിതിക്ക് ആ ഭർത്താവിനെ ആ പോസിറ്റീവാക്കി എടുക്കുക അല്ലെങ്കിൽ ബോധം വരുത്തിച്ച് എടുക്കുക എന്നതാണ് ആദ്യത്തെ ലക്ഷണം. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് പ്രാർത്ഥന മാത്രം. പ്രാർത്ഥിച്ച് ഭർത്താവിനിലേക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കും. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന ഫലം വരണമെങ്കിൽ ആദ്യം നിങ്ങൾ പോസിറ്റീവ് ആവണം. നിങ്ങൾ നെഗറ്റീവായി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും അത് നടക്കൂല. നിങ്ങൾ നിങ്ങളുടെ ഭാഗം പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിച്ചാലും അതിന് ഫലം പെട്ടെന്ന് വന്നിരിക്കും. എത്രത്തോളം പോസിറ്റീവ് ആവും അത്രത്തോളം ഫലം വന്നിരിക്കും. ഇത് എന്നെ ഈ 1 വർഷം മുമ്പ് അല്ലെങ്കിൽ 1.5 വർഷത്തിന് മുമ്പൊക്കെ എന്നെ ഫോൺ ചെയ്ത് ഓരോ കാര്യങ്ങൾ പറയുന്നവർ ഇന്നും അതേ വിഷയങ്ങളും പ്രശ്നങ്ങളും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. കാരണം ഇതുവരെ പോസിറ്റീവായിട്ടില്ല. ഇനി അടുത്ത ഒരു ഡ്യൂട്ടി ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങളുടെ മക്കളെ മാക്സിമം പോസിറ്റീവാക്കി എടുക്കാനാണ്. ഫസ്റ്റ് ഭർത്താവിനെ പോസിറ്റീവാക്കി എടുക്കണം. എങ്ങനെ? പ്രാർത്ഥിച്ച്. ഈ ഉപദേശിച്ചോ വിരട്ടിയോ ഭീഷണിപ്പെടുത്തിയോ നന്നാക്കാൻ ശ്രമിക്കരുത്. നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും വീണ്ടും നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിച്ച് അതിനുള്ള വഴികൾ എങ്ങനെയെങ്കിലും ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില സിറ്റുവേഷൻസ് ഒരുങ്ങി വരും. ആ സിറ്റുവേഷൻസിൽ താനെ ആ ദൈവത്തോട് അടുക്കാൻ ശ്രമിച്ചിരിക്കും. അത് 100% ഉറപ്പാണ്. പിന്നെ ആത്മീയത്തിന്റെ ഏറ്റവും ഹൈ ലെവലിലേക്ക് ഒരു സ്ത്രീക്ക് എത്തണമെങ്കിൽ ആ സ്ത്രീ ഒരു നിശ്ചിത പ്രായം കഴിയണം. ഒരു 50 വയസ്സെങ്കിലും കഴിയണം. കാരണം ഈ മാസമുറ, മെൻസസ് എന്നൊക്കെ അറിയാലോ. അപ്പൊ അതൊക്കെ തീർന്നതിന് ശേഷമേ
ഒരു സ്ത്രീക്ക് ഈ ആത്മീയത്തിന്റെ ഒരു ഹൈ ലെവലിൽ എത്താൻ പറ്റുള്ളൂ. പക്ഷെ പുരുഷന്മാർക്ക് ഏത് പ്രായത്തിലും ആത്മീയത്തിന്റെ ഹൈ ലെവലിൽ എത്താൻ കഴിഞ്ഞിരിക്കും. ഇത് പ്രകൃതിയുടെ ഒരു വ്യവസ്ഥയാണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മക്കൾ എങ്ങനെ പോസിറ്റീവ് ആകും എന്നത് ഞാൻ മെസ്സേജിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കൾ പോസിറ്റീവ് ആകുമ്പോൾ മക്കൾ താനേ പോസിറ്റീവ് ആയിരിക്കും. മാതാപിതാക്കൾ നെഗറ്റീവായി നിൽക്കുന്ന കാലത്തോളം മക്കൾക്ക് ഏതെങ്കിലും രീതിയിൽ നെഗറ്റിവിറ്റി കാണിച്ചുകൊണ്ടിരിക്കും. നമുക്കുള്ള കുഴപ്പമായിരിക്കില്ല മക്കൾക്കുള്ളത്. കാരണം പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അച്ഛനിലോ അമ്മയിലോ ഉള്ള നെഗറ്റിവിറ്റി മക്കളിൽ പ്രവർത്തിക്കുന്നത് മക്കളുടെ സിറ്റുവേഷൻ വെച്ചിട്ടാണ്. അപ്പം അച്ഛൻ മദ്യപാനം ഉണ്ടെങ്കിൽ മക്കൾക്ക് മദ്യപാനം തന്നെ വേണമെന്നില്ല. ചിലപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും രോഗമോ വേറെ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളോ ഒക്കെ ആയിരിക്കും പറ്റുന്നത്. പക്ഷെ മനസ്സിലാക്കണം, നെഗറ്റീവ് പോസിറ്റീവ് എന്ന് മാത്രം ചിന്തിക്കുക. അല്ലാതെ എനിക്കുള്ള കുഴപ്പം എന്റെ മക്കൾക്കില്ലല്ലോ, അല്ലെങ്കിൽ എന്റെ പ്രശ്നം അല്ലല്ലോ അവന് പറ്റിയത് എന്ന് വിചാരിച്ച് തള്ളിക്കളയരുത്. നമ്മളിലുള്ള നെഗറ്റീവ് നമ്മുടെ മക്കളെ ഏത് രീതിയിലും ബാധിക്കും. അപ്പോൾ മക്കൾ നെഗറ്റീവായി പോകുന്നു എന്ന്, അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം, രോഗങ്ങൾ ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, മാതാപിതാക്കളുടെ ഭാഗത്തെ ഉള്ള നെഗറ്റീവാണ് അവിടെ ശല്യം ചെയ്തതെന്ന് മനസ്സിലാക്കണം. ഇനി ആ മക്കൾക്ക് അവർക്ക് സ്വതന്ത്രമായ രീതിയിലുള്ള നെഗറ്റീവ് വരുന്നത് അവരുടെ ജീവിതത്തിൽ അവർ സ്വന്തമായ ജോലിയും ഒരു കുടുംബവുമായി അവർ സ്വതന്ത്രമായി മാറുമ്പോഴാണ് സ്വതന്ത്രമായ രീതിയിൽ ചില നെഗറ്റീവ് ശല്യം ചെയ്യണത്. അപ്പോഴും മനസ്സിലാക്കണം, പാരമ്പര്യമായി നമ്മൾ തെറ്റിക്കിടക്കുന്നത് കാരണമുള്ള നെഗറ്റീവും അവരെ ബാധിക്കും. അവരായിട്ടുണ്ടാക്കിയിരിക്കുന്ന സ്വതന്ത്രമായ രീതിയിൽ വാങ്ങിച്ചു കൂട്ടിയ നെഗറ്റീവ്സിന്റെതും അവരനുഭവിക്കേണ്ടി വരും. അപ്പൊ ഇത് രണ്ടും ഉണ്ട്. അപ്പോൾ പ്രായപൂർത്തിയാവാത്ത അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് സെപ്പറേറ്റ് കുടുംബം ആവാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, മക്കളായിട്ടുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ നിരീശ്വരവാദമോ എന്തുണ്ടെങ്കിലും മനസ്സിലായിക്കൊള്ളണം, നമ്മളിലുള്ള എന്തൊക്കെ നെഗറ്റീവാണ് മക്കളെ ഇങ്ങനെ ബാധിക്കുന്നതെന്ന് തിരിച്ചറിയുക. അല്ലാതെ അവർക്ക് വേണ്ടി കിടന്ന് പ്രാർത്ഥിച്ചിട്ടോ അവരെ അങ്ങനെ കൊണ്ടുപോയിട്ടോ ഇങ്ങനെ ആശുപത്രി കാണിച്ചിട്ടൊന്നും അതിലല്ല ഫലം. നമ്മൾ മാക്സിമം പോസിറ്റീവ് ആയാൽ അവിടെ അത്ഭുതം എന്ന രീതിയിൽ താനെ ചേഞ്ചായി വരുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. എത്രത്തോളം പോസിറ്റീവ് ആവും അത്രത്തോളം അവിടെ ചേഞ്ച് വന്നിരിക്കും. ആ വ്യക്തിയിൽ തന്നെ വ്യത്യാസങ്ങൾ വന്നിരിക്കും. രോഗങ്ങളൊക്കെ തന്നെ മാറി വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇതും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് മാക്സിമം സ്ത്രീകൾ പോസിറ്റീവ് ആകുക. അതിനുശേഷം ഭർത്താവിനെ മാക്സിമം പോസിറ്റീവ് ആകാനായി ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുക. ഇത് രണ്ടും ഓക്കെ ആയി കഴിയുമ്പോൾ മക്കളും താനെ പോസിറ്റീവായി വന്നിരിക്കും. അങ്ങനെ പോസിറ്റീവായ മക്കളെ അവർക്കൊരു കുടുംബമൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായ ദൈവത്തിന്റെ റൂട്ടിലേക്ക് ഇറങ്ങാൻ പറ്റിയിരിക്കും. പിന്നെ പോസിറ്റീവായി വരുന്ന ഭർത്താവ് ഒരിക്കലും ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു ദൈവിക നിയോഗം ഉണ്ടെന്നോ ഇങ്ങനെ ദൈവത്തിന് വേണ്ടി ചില ജോലികൾ ചെയ്യുന്നെന്നോ പറയുമ്പോൾ ഒരിക്കലും ഭർത്താവ് അത് തള്ളിക്കളയില്ല, അത് സഹകരിക്കും, കൂടെ നിൽക്കും എന്ന സത്യം കൂടി തിരിച്ചറിയണം. ആ ലെവലിലേക്ക് നിങ്ങൾ ദൈവത്തിന് മുന്നിൽ വളർന്നും ചെയ്തും കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.